ഈ ഓഗസ്റ്റ് മാസം 8ാമത്തെ മാസമാണല്ലോ. 8ാം മാസം വലിയ അനുഗ്രഹത്തിൻ്റെ മാസമാണ്. അത് പ്രൈസ് ജനറേഷൻ കുടുംബത്തോട് ദൈവം പറഞ്ഞ ഒരു വാക്കാണ്. അതുകൊണ്ടാണ് 8 മണിക്കൂർ പ്രാർത്ഥന ഈ 8ാം മാസത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ മാസത്തിൽ വലിയ റിസൾട്ടുകൾ നമ്മൾ കാണും. അതിന് പ്രൈസ് ജനറേഷൻ കുടുംബത്തിൽ ഈ 8 മണിക്കൂർ പ്രാർത്ഥനയിൽ ഒരു ദിവസം ഓഗസ്റ്റ് മാസം 1-ാം തീയതി എടുത്ത ഒരു തീരുമാനം, അന്നവിടെ ഉള്ളവർ മാത്രമാണ് എടുത്തത്. എന്നാൽ നിങ്ങളോടത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ച് പൂർത്തിയാക്കുക. ഇതിപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒറ്റ വാക്കി പറയുമ്പോൾ പേടിച്ചു. 1 മാസം കൊണ്ടോ? അതെ. ബൈബിൾ ഇങ്ങനെ കുറേശ്ശെ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വിജ്ഞാനം കിട്ടില്ല. ഉൽപ്പത്തി പുസ്തകമാണ് ഒറ്റയടിക്ക് വായിക്കുക, പുറപ്പാട് ഒറ്റയടിക്ക് വായിക്കുക. അതായത് 24 ദിവസം കൊണ്ടൊക്കെ ബൈബിൾ വായിച്ച് തീർക്കാൻ പറ്റും. ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് 21 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർത്തിട്ടുണ്ട്. കുറച്ച് ദൈവദാസന്മാരിരുന്ന് അന്ന് ഇരുന്നവരെല്ലാം ഇന്ന് കർത്താവിൻ്റെ വേലയിലുമുണ്ട്. അതായത് ഒരു ദിവസം 50 അധ്യായം വെച്ച് വായിച്ചാൽ നമുക്ക് 24 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കാം. അപ്പോൾ ഒരു ചടങ്ങ് പോലെ വായിക്കരുത്, പ്രാർത്ഥനയോടെ വായിക്കണം, ഗ്രഹിക്കാൻ വേണ്ടി വായിക്കണം, മനസ്സിലാക്കി വായിക്കണം. നമുക്ക് അത് സുഗമമായിട്ട് വായിക്കാം. എനിക്കറിയാവുന്ന ഒരു മോള്, അവള് UK ചെന്നപ്പോൾ ആ അനുഭവം പറഞ്ഞു. അവൾ വിശ്വാസത്തിൽ വന്നപ്പോൾ അവൾക്കൊന്നും അറിയില്ല. അവളുടെ വിവാഹത്തിൻ്റെ സമയമായി. അവൾ ചെയ്തത് 21 ദിവസം ഉപവാസമായിരുന്നു. പ്രാർത്ഥിക്കാൻ അറിയില്ല. 21 ദിവസവും ബൈബിൾ വായിച്ചു. ബൈബിൾ വായിച്ചു തീർന്നു. അവളുടെ വിവാഹം നടന്നു. ഭയങ്കര അത്ഭുതമാണ്. 21 ദിവസം ബൈബിൾ വായിച്ചു. ഈ ബൈബിൾ വായിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാപ്തി വലുതാകും. വിശ്വാസത്തിൻ്റെ അതിരുകൾ വലുതാകും. ആ ലിമിറ്റേഷൻ, പരിമിതികളൊക്കെ പൊട്ടിപ്പോകും. അതായത് പ്രാർത്ഥനയില്ലെങ്കിലും വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന ഉണ്ടാകും. വിശ്വാസം ഇല്ലാതെയും പ്രാർത്ഥിക്കുക. കാരണം ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുതെന്ന് യേശു പറഞ്ഞില്ല. അതായത് വിശ്വാസം ഉണ്ടായിട്ടല്ല, ജൽപ്പനം. വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവവചനം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മിൽ ഉണ്ടായി വരുന്ന ആഗ്രഹത്തിൽ നിന്നുളവായി വരുന്ന ഒരു പ്രാർത്ഥനയാണ്. എനിക്ക് ലഭിക്കും. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമാണ്. അതായത് ആഗ്രഹം തരുന്നത്, പ്രാർത്ഥിപ്പിക്കുന്നതും ദൈവമാണ്. ആദ്യം ആഗ്രഹം ഉണ്ടാവും. എങ്ങനെയാ? ബൈബിൾ വായിക്കും. വെറുതെ പ്രാർത്ഥിക്കുന്നവർക്ക് മറുപടിയൊന്നുമില്ല. എനിക്ക് ഒത്തിരി പേരെ അറിയാം. 21, 40 ഒക്കെ ഇരിക്കുന്ന ഒത്തിരി പേരെ അറിയാം. ഒരു വളർച്ചയില്ല. കാരണം വേദപുസ്തക വായനയില്ല. ഈ ഓഗസ്റ്റ് മാസം ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇത്തിരി വൈകിപ്പോയെങ്കിലും സാരമില്ല. 24 ദിവസമല്ലേ, 50 അധ്യായം വെച്ച് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് മുതൽ ഒരു ചലഞ്ചായിട്ട് എടുത്ത് 31-ാം തീയതിക്കുള്ളിൽ ഒന്ന് ബൈബിൾ വായിച്ചു തീർക്കാമോ? സമയമുണ്ട്. അങ്ങനെയുള്ളവർ എനിക്കൊരു ഓഡിയോ മെസ്സേജ് ഇടണം, ഞങ്ങളെ അറിയിക്കണം. എനിക്കത് എൻ്റെ കണക്കിൽ ചേർക്കാനാണ്. ഞങ്ങളിപ്പോൾ കുറച്ച് പേരുടെ എണ്ണം എടുത്തു, ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അതായത് പലരും ഇത് കേട്ടപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് തുടങ്ങിയാണ്. കാരണം ഇത് ദൈവസന്നിധിയിലിരുന്ന് ഇതൊരു ദൈവഹിതമാണ്. ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയാൽ, വെല്ലുവിളിയോടെ ബൈബിൾ വായിച്ച് പൂർത്തിയാക്കിയാൽ, ഈ ഓഗസ്റ്റ് തീരുന്നതിനുള്ളിൽ നിങ്ങളുടെ വഴികൾ തുറക്കും. ഞാൻ ഉറപ്പുമായിട്ട് പറയുന്നു, അത്ഭുതങ്ങൾ നടക്കും. ഞാനതിനു വേണ്ടിയാണ്, എൻ്റെ ഫെയ്ത്ത് വലുതാകാനായിട്ട്, എൻ്റെ ജീവിതം മാറാൻ വേണ്ടിയാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. വചനം യേശുവാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നതാണ്. ഈ വചനം എത്രത്തോളം ഉള്ളിലാകുന്നു അത്രത്തോളം നമ്മൾ വിശാലമുള്ളതായി അനുഗ്രഹിക്കപ്പെട്ടവരാകും. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Thank you for the cross, Lord.
Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. Wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb, seated on the throne. Crown you now with many crowns. You reign victorious, high and lifted up, Jesus, Son of God, the darling of heaven, crucified. Worthy is the Lamb, worthy is the Lamb. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. In love you came and gave amazing grace. Thank you for this love, Lord. Thank you for the nail-pierced hands. You wash me in your cleansing flow. Now all I know, your forgiveness and embrace. Worthy is the Lamb, seated on the throne. Crown you now with many crowns. You reign victorious, high and lifted up, Jesus, Son of God, the darling of heaven, crucified. Worthy is the Lamb, worthy is the Lamb. You are worthy, worthy is the Lamb, worthy is the Lamb. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കട്ടെ. അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദിയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു.
2-ാം വാക്യം. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. യഹൂദന്മാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് പോകാതെ നിവർത്തിയില്ല. കൂടാര പെരുന്നാൾ. യഹൂദന്മാരുടെ അടുക്കൽ കൂടി പോയാൽ കൊന്നിരിക്കും, കൊല്ലാൻ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തു. ഈ കൂടാര പെരുന്നാൾ ആരംഭിച്ചയാളാണ് ഈ വചനം ജഡമായി തീർന്ന കർത്താവ്. ഈ കൂടാര പെരുന്നാളിന് യേശുവിന് അവിടെ ചെല്ലണം. യഹൂദന്മാരുടെ എല്ലാ പെരുന്നാളിലും യേശു അവിടെ ഉണ്ടാകും. കാരണം പെരുന്നാൾ സ്ഥാപിച്ചവൻ യേശുവാണ്. പെസക പെരുന്നാൾ, കൂടാര പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, എല്ലാ പെരുന്നാളും യേശു സ്ഥാപിച്ചതാണ്. ദൈവം നടത്തിയത് ഓർത്ത് ദൈവത്തിൽ സന്തോഷിക്കുന്ന, പിതാക്കന്മാരെ നടത്തിയത് ഓർത്ത് ദൈവത്തെ പുകഴ്ത്തുന്ന, നന്ദി പറയുന്ന കൂടിവരവുകളാണ് പെരുന്നാളുകൾ. യേശുവിന് പോകാതെ നിവർത്തിയില്ല. പോയാൽ അവർ കല്ലെറിയും, എന്നാൽ പോയേ മതിയാകും. ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും? അവിടെ നമ്മൾ വായിക്കുന്ന താഴോട്ട് 3-ാമത്തെ വാക്യം. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവർത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയയിലേക്ക് പോവുക. യഹൂദിയയിലേക്ക് പോയാൽ കൊല്ലും. അതുകൊണ്ട് യഹൂദിയയിലോട്ട് യേശു പോകുന്നില്ല. എന്നാൽ നീ ചെയ്യുന്ന പ്രവൃത്തി ശിഷ്യന്മാർ കാണണം. അപ്പൊ അതുകൊണ്ട് യഹൂദിയയിൽ ചെന്ന് കുറെ കാര്യം ചെയ്യും. അടുത്ത വാക്യം. പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറയും. അതിൻ്റെ അർത്ഥം യേശു എന്ത് ചെയ്താൽ ആരോടും പറയരുതെന്ന് പറയും. യായിറോസിന്റെ വീട്ടിൽ ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ആരോടും പറയരുത്. ഒത്തിരി പേരോട് പറഞ്ഞു, നീ ആരോടും പറയണ്ട, നീ നിന്നെ തന്നെ പോയി പുരോഹിതന് കാണിക്കും. യേശു ഒരു അത്ഭുതം ചെയ്തതും യേശുവിനെ പ്രസിദ്ധനാക്കാനല്ലായിരുന്നു, മനുഷ്യരോടുള്ള മനസ്സലിവിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് നാം യേശുവിനെ ആരാധിക്കുന്നത്? യേശു നമ്മുടെ ആരാധന പുരുഷനായത് യേശുവിൻ്റെ വ്യക്തിത്വമാണ്. യേശുവിൻ്റെ വ്യക്തിത്വം നമ്മൾ വളരെയധികം ബഹുമാനത്തോടെ കാണും. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് പാസ്റ്റർ M.A. വർഗീസ്, എൻ്റെ പാസ്റ്റർ, വീട്ടിൽ വന്നു. അദ്ദേഹം മല്ലപ്പള്ളിക്ക് പോകാനായിട്ട് ആലപ്പുഴയിൽ ട്രെയിൻ ഇറങ്ങിയതാണ്. മല്ലപ്പള്ളിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് കാറ് വരും. എന്നാൽ പാസ്റ്ററിന് എൻ്റെ അടുത്ത് വരണമെന്ന്, ഞാൻ ആ കുടുംബത്തിൽ പിറന്ന, പാസ്റ്ററിൻ്റെ ശുശ്രൂഷയിൽ ജനിച്ച ഒനോസിമോസ് ആണെന്ന് പറയാം, തിമോത്തിയോസ് അല്ല, ഒനോസിമോസ്. ഞാൻ ജയിലിൽ വെച്ച് ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസ് എന്ന് പറഞ്ഞവൻ. തിമോത്തിയോസ് എന്ന് പറഞ്ഞാൽ നേരത്തെ രക്ഷിക്കപ്പെട്ടതാണ്, പിന്നത്തേതിൽ പൗലോസിന്റെ മോനായതാണ്. ഞാനങ്ങനെയല്ല, നേരിട്ട് പോലീസ് കേസൊക്കെ ആയിട്ട് നാട് വിട്ട് അവിടെ ചെന്ന് പാസ്റ്ററിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട പാസ്റ്ററിന് എൻ്റെ അടുത്ത് വരണമെന്ന് തോന്നി. ഞാൻ പോയി പാസ്റ്ററെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു. പാസ്റ്ററിന് എൻ്റെ വീട്ടിൽ എത്ര അധികാരം വേണമെങ്കിലും നടത്താം. കാരണം പാസ്റ്ററിനുള്ള പദവി, പാസ്റ്ററിനുള്ള അംഗീകാരം ഞങ്ങളുടെ വീട്ടിൽ അതാണ്. അത്ര ബഹുമാനവും ആദരവും ഞങ്ങൾക്ക് പാസ്റ്ററോടുണ്ട്. കടപ്പാടുകളുണ്ട്, തീരാത്ത കടപ്പാടുകളുണ്ട്. കാരണം എൻ്റെ കല്യാണം, എൻ്റെ എൻഗേജ്മെൻറ്റ്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, ഇന്നിപ്പോൾ ഈ ഇരിക്കുന്ന ചർച്ചിൻ്റെ ഡെഡിക്കേഷൻ വരെ M.A. വർഗീസ് പാസ്റ്റർ എൻ്റെ മേൽ ഭയങ്കര അധികാരമുണ്ടെങ്കിലും എന്നോട് വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് വരട്ടെ എന്നുള്ള രീതിയിൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. വീട്ടിൽ വന്നിട്ടും എങ്ങനെ ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഇരിക്കാം, ഒരു ബുദ്ധിമുട്ടില്ലാതെ. പാസ്റ്റർ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പലതും ആഗ്രഹിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം,
അതുകൊണ്ട് പാസ്റ്ററോടുള്ള ബഹുമാനം ഓരോ ദിവസം കഴിയുന്നവർ കൂടുകയാണ്. രാവിലെ പാസ്റ്ററിനെ 6 മണിക്ക് 7 മണിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എങ്കിലും ഞങ്ങളെ ഓർത്ത് ഞങ്ങളുണ്ടാക്കിയത് കഴിക്കുകയാണ്. എങ്ങനെ ബഹുമാനിക്കാതിരിക്കും? പാസ്റ്ററിന്റെ ആരോഗ്യസ്ഥിതി ഒത്തിരി നല്ലതല്ല. 5 മിനിറ്റ് വിശ്രമിക്കാതെ ഞങ്ങളോട് മുഴുവനും ദൈവവചനം പറയുകയാണ്, ഉപദേശങ്ങൾ തരികയും നല്ല പെരുമാറ്റങ്ങൾ, ബഹുമാനപൂർണമായ ആക്ഷനുകൾ, ഇതെല്ലാം പാസ്റ്ററോടുള്ള ബഹുമാനം ഓരോ ദിവസം കഴിയുന്നതോറും കൂടുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ നല്ല ജീവിതത്തിനും നല്ല ആക്ഷനുകളുണ്ട്. യേശുവിനെ എല്ലാവരും ബഹുമാനിക്കുന്നതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. യേശുവിനെ സഹോദരന്മാർ കളിയാക്കുകയാണ്, നീ പ്രസിദ്ധനാകണ്ടേ. യേശു പ്രസിദ്ധനാകാൻ ഒന്നും ചെയ്തിട്ടില്ല. 3-4 സുവിശേഷത്തിൽ നോക്ക്, യേശു പ്രസിദ്ധനാകാൻ ഒന്നും ചെയ്തിട്ടില്ല. ആവശ്യങ്ങളുടെ നടുവിലാണ് യേശു അത്ഭുതം ചെയ്തത്. അത്ഭുതം ചോദിച്ചു വന്ന പലർക്കും യേശു അത്ഭുതം കാണിച്ചിട്ടുമില്ല. നീ ഒരു അത്ഭുതം ചെയ്ത് കാണാൻ ഹെരോദാവ് ആഗ്രഹിച്ചു, യേശു ചെയ്തില്ല. യേശു മനസ്സലിവിൽ നിന്നും ചെയ്തിട്ട് ആരോടും പറയരുത്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് യേശുവിനെ രാജാവാക്കാൻ പോയ സ്ഥലത്ത് നിന്ന് യേശു ഒഴിഞ്ഞു മാറി. പ്രശസ്തിയോ പ്രശംസകളോ യേശു എടുത്തില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കണമെങ്കിൽ വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിച്ചാൽ നമുക്ക് ആരാധനയുണ്ടാകും. 4 സുവിശേഷങ്ങൾ 1000 പ്രാവശ്യം വായിക്കും, നമ്മളൊരു ആരാധന വീരനായി മാറും. നമ്മളെല്ലാം ആരാധന ദേഹികളായി മാറും. നമ്മുടെ ജീവിതം മാറും. യേശുവിലേക്ക് തിരിയുമ്പോൾ എല്ലാ മൂടുപടങ്ങളും പൊളിഞ്ഞു പോകുന്നു. മോശയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും മൂടുപടം കിടപ്പയാണ്. ന്യായപ്രമാണത്തിലോട്ട് നോക്കുമ്പോൾ മൂടുപടം. യേശുവിലേക്ക് വരുമ്പോൾ മൂടുപടം മാറുകയാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനം വരികയാണ്. പേഴ്സണാലിറ്റി എന്നുള്ളത് യേശുവിലേക്ക് നോക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഗുണങ്ങൾ, നല്ലത് പലതും പഠിച്ചത് MA വർഗീസ് പാസ്റ്റർ ചെയ്യുന്നു. അപ്പൊ കാണിച്ചു കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണം ഈ സമൂഹത്തിൽ. അത് നമ്മളായിരിക്കണം. നമ്മിൽ നിന്ന് നല്ല മൂല്യങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടണം. ഈ ദിവസങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഓരോ പെരുമാറ്റങ്ങളും മറ്റുള്ളവർക്ക് അത് യേശുവിനോട് കണക്റ്റാക്കുന്ന പെരുമാറ്റങ്ങളാകണേ. നമുക്കത് വേണം. ഈ ദിവസങ്ങളിൽ ഈ 8 മണിക്കൂർ പ്രാർത്ഥനയിൽ എൻ്റെ പ്രാർത്ഥന, കർത്താവേ, വളരെ മൂല്യമുള്ള വ്യക്തിത്വം നൽകി തരണേ. മരിച്ചവരെ ഉയർപ്പിക്കാനും അതുപോലെയുള്ള വലിയ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഫലം കായ്ക്കണം. നമ്മുടെ ഫലം നിലനിൽക്കണം. യോഹന്നാൻ 15:16 പോലെ ഫലം നിലനിൽക്കണം, ഫലം കായ്ക്കണം. നല്ല സ്വഭാവം, നല്ല വ്യക്തിത്വം. ഭാഷാവരങ്ങൾ നിന്നു പോകുമെന്ന് ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാലും, മലയെ നീക്കുവാനുള്ള വിശ്വാസമുണ്ടായാലും, സ്നേഹമില്ലെങ്കിൽ ഇതൊന്നും ഒന്നുമല്ലെന്ന്. അപ്പം ദൈവ സ്നേഹത്തിനാണ് ഏറ്റവും വലിയ മൂല്യമുള്ളത്. സ്നേഹം, നമ്മിൽ നിന്ന് സ്നേഹത്തിൻ്റെ റിസൾട്ടുകൾ ഉണ്ടാകണം. സ്നേഹത്തിൽ നിന്നാണ് യൂണിറ്റി ഉണ്ടാകുന്നത്. സ്നേഹത്തിൽ നിന്നാണ് ഏറ്റവും വലിയ വിശ്വാസം ഉണ്ടാകുന്നത്. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥന, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം, ഇതാണ് ഏറ്റവും വലുത്. അവയിൽ വലിയതോ സ്നേഹം. സ്നേഹത്തിൽ നിന്ന് വരുന്ന വിശ്വാസം, അതിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥന. യേശു എന്തെല്ലാം ചെയ്തോ അത് പിതാവിനോടുള്ള സ്നേഹത്തിൽ നിന്ന്, മനുഷ്യരോടുള്ള സ്നേഹത്തിൽ നിന്ന്. വിശ്വാസത്തെക്കാൾ വലുതാണ് ദൈവസ്നേഹം. വലിയ റിസൾട്ടുകൾ കർത്താവ് ഈ ദിവസങ്ങളിൽ നമുക്ക് തരട്ടെ. യേശുവിലേക്ക് നോക്കാം. ഇവിടെ യേശുവിനെ ഈ സഹോദരങ്ങൾ, മറിയക്കും ജോസഫിനും വേറെ മക്കൾ ജനിച്ചു. യാക്കോബ്, യോസെ, യൂദാ, ശീമോൻ, ചില സഹോദരിമാരുമുണ്ട്. ഇവർ യേശുവിനെ പുച്ഛിക്കുകയാണ്.
നിനക്ക് പ്രസിദ്ധനാകണമെങ്കിൽ ഇങ്ങനെ പിറക്കാത്തിരുന്ന് അല്ലെങ്കിൽ ഈ ഇവിടെ ചുറ്റിക്കടന്ന് കുറേ പേരെ വിടുവിച്ചാൽ പോരാ. എല്ലാവരും ഒന്ന് കാണട്ടെ. പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ രഹസ്യത്തിൽ ചെയ്താൽ പോരാ, പരസ്യത്തിൽ. അടുത്ത വാക്യത്തിൽ എങ്ങനെയാണ്? നിന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. 5-ാം വാക്യം, അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഒരു വീട്ടിലാണ് 30 വർഷം ഒരു വീട്ടിൽ പാർത്തതാണ്. ദൈവപുത്രനായ നല്ല വ്യക്തിത്വം കാഴ്ചവെച്ചതാണ്. 30 വർഷം ഒരു കറയില്ലാത്ത ജീവിതം നയിച്ച് മാതൃകാ പുരുഷനായി ജീവിച്ച വീട്ടിലുള്ളവർ ഒരെണ്ണം കർത്താവിനെ അംഗീകരിച്ചില്ല. അതിൽ നിന്ന് മനസ്സിലായി, നമ്മളെ എത്ര നന്നായിട്ട് ജീവിച്ചാലും നമ്മളെ ആൾക്കാർ നല്ലതായിട്ട് പറയില്ല. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി നമ്മളെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. രക്ഷിക്കപ്പെട്ടവർ തന്നെ പലരും വിരോധമാണല്ലേ. അത് പിശാചിന്റെ തന്ത്രം. ഇവിടെ നോക്കിയേ, 30 വർഷം ഒരു വീട്ടിൽ പാർത്തിട്ട് വീട്ടിൽ അംഗീകാരമില്ലാതെ ജീവിച്ചവനാണ് യേശു. യേശു അവിടെ ഒന്നും കുലുങ്ങുന്നില്ല. ഇവിടെയെല്ലാം യേശുവിൻ്റെ മാഹാത്മ്യമാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവരുടെ വിമർശനം, വെളിയിൽ ചെന്ന് അവിടെ വിമർശനം, വീട്ടിൽ വന്നപ്പോഴോ വീട്ടിൽ ഭയങ്കര വിമർശനം. പ്രസിദ്ധനാകണമെങ്കിൽ ഇവിടുന്ന് പോയി വലിയ പരസ്യമായിട്ട് വലിയ നമ്പർ ഇറക്ക്. ഇവിടെ കിടന്നിങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. വലിയ പ്രസിദ്ധനാകണമെങ്കിൽ താങ്കൾ പ്രസിദ്ധനാകാൻ നടക്കുകയല്ലേ, കളിയാക്കുകയാണ് ഇവര്. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. കാലങ്ങൾ കഴിഞ്ഞു. പിന്നീട് നമ്മൾ വായിക്കുന്നു യാക്കോബിന്റെ ലേഖനം. യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ്, അർദ്ധ സഹോദരൻ. യൂദാ ലേഖനം എഴുതുമ്പോൾ അതും ഒരു സഹോദരൻ. യാക്കോബ്, യോസെ, യൂദാ, ശീമോൻ. അതിനകത്ത് യാക്കോബ് യൂദായി ലേഖനം എഴുതി, അല്ലാതെ തൂങ്ങിച്ചത്ത യൂദയല്ല ലേഖനം എഴുതി. പണ്ടൊരു അമ്മിച്ച് പറഞ്ഞു, എന്തായാലും ആ കള്ളൻ ചാകുന്നതിന് മുമ്പ് ഒരു ലേഖനം എഴുതിയല്ലോ. ആ യൂദയല്ല. യേശുവിൻ്റെ ഈ വിമർശിച്ച ഇവരല്ല. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം സഹോദരന്മാരുടെ അടുക്കലേക്ക് പോയെന്ന്. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കും, നിങ്ങൾ പോയി സഹോദരന്മാരോട് പറയുവേ. സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. അവർ രക്ഷിക്കപ്പെട്ടു. കാരണം യേശു ആ വീട്ടിൽ പറഞ്ഞതുകൊണ്ട് മറിയക്കും ജോസഫിനും കൊടുത്തൊരു ഗിഫ്റ്റാണ് ആ കുടുംബം രക്ഷിക്കപ്പെടുക. അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ജോസഫും മറിയയും ചോദിക്കുക, എന്നാൽ എൻ്റെ മക്കളെ രക്ഷിച്ചില്ലല്ലോ. യേശു ആർക്കും കടക്കാരനല്ല. അവരെല്ലാം ശ്രേഷ്ഠരായ യാക്കോബ് യെരുശലേം സഭയുടെ അധ്യക്ഷനായി മാറി. അത്രയും വലിയ സഭയുടെ അധ്യക്ഷനായി. യൂദ വലിയ ഇവാഞ്ചലിസ്റ്റും അഭിഷിക്തനുമായിട്ട് മാറി. വിമർശിക്കട്ടെ, ഒരു സമയം വരും അവരെല്ലാം അനുഗ്രഹങ്ങളായി മാറും. ഇന്ന് വിമർശിക്കുന്നവരെല്ലാം കണ്ട് പേടിക്കരുത്. ഇന്ന് പുച്ഛിക്കുന്നവരെ കണ്ട് വിഷമിക്കരുത്. ഒരു സമയം വരും, നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് വരും. അതായത് ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പുച്ഛിക്കുമ്പോൾ നിന്റെ ഉയർച്ചകളിൽ തന്നെ അവർ തിരിയും. നിന്നിലുള്ള ഫലം അവർ കാണും. ധൈര്യപ്പെടുക, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വന്തം കുടുംബത്തിൽ നിന്നും ബന്ധത്തിൽ നിന്ന് അംഗീകാരം കിട്ടാതെ പുറന്തള്ളപ്പെട്ട വ്യക്തികൾ, അങ്ങനെയുള്ളവർ അവരുടെ നടുവിൽ തന്നെ അംഗീകാരവും മാന്യതകളുമുള്ളവരായി യേശുവിനെ പോലെ ആയിത്തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നേരിടുന്ന എല്ലാ തിക്തമായ അനുഭവത്തിൽ നിന്നും വിശ്വാസത്താൽ യേശുവിനെ പോലെ അവർ പുറത്തു വരട്ടെ. ഒരു സാഹചര്യത്തിലും മടുക്കാതെ പതറാതെ ഉറച്ചു നിന്ന് ദൗത്യങ്ങളെ പൂർത്തിയാക്കാൻ ഓരോരുത്തർക്കും കൃപയുണ്ടാകട്ടെ. ബലവും കൃപയും പകർന്നു കൊടുക്കണം. വിശ്വാസത്തിൻ്റെ മനുഷ്യരാക്കി ഓരോരുത്തരെയും മാറ്റണം. ഇന്ന് കേൾക്കുന്ന രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവശക്തി അവരിലേക്ക് ചെല്ലട്ടെ. അടിപ്പിണരാൽ, യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഈ മക്കൾക്കുണ്ടാകട്ടെ. സമാധാനമുണ്ടാകട്ടെ. ഡിപ്രഷനുകൾ വിട്ടുമാറട്ടെ. മനസ്സ് പുതുക്കപ്പെടട്ടെ. ഉറക്കമില്ലായ്മ മാറട്ടെ. എല്ലാ
അലർജികളും ശരീരങ്ങൾ വിട്ടു മാറട്ടെ. വലുത് സഫലമായ വാതിലുകൾ ശുശ്രൂഷയിലും ബിസിനസ്സിലും ജോലിയിലും വിദ്യാഭ്യാസത്തിലും തുറന്നു വരട്ടെ. കുടുംബജീവിതം ആനന്ദകരമാകട്ടെ. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്നവർക്ക് വലിയ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. ഞാൻ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. വിശ്വസിക്കുക, യേശു എങ്ങും പതറിയില്ല. യേശുവിനെ പതർച്ചയിൽ നിന്ന് വിടുവിച്ച പരിശുദ്ധാത്മാവ്, യേശുവിനെ ശക്തീകരിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്യയ ശരീരങ്ങളിലുമുണ്ട്. എല്ലാ സാഹചര്യത്തിലും സകല സത്യത്തിലും കർത്താവ് നമ്മെ വഴി നടത്തും. ധൈര്യപ്പെടുക, ധൈര്യപ്പെടുത്തുക. ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ നമുക്ക് ഒരുമിച്ച് ശക്തിപ്പെടാം. ഈ ദൈവവചന ധ്യാനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഈ മീഡിയയിലെ ഓരോ പ്രോഗ്രാമും മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഈ മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.